ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2024 കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ചു ലഭിച്ചിരിക്കുന്ന ലുക്ക് ടു ക്രൈസ്റ്റ് ആൻഡ് റൺ ദ റേസ് പെർസിസ്റ്റന്റ്ലി, യേശുവിങ്കലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന പുസ്തകത്തിന്റെ 7ാമത്തെ ചാപ്റ്ററാണ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ബിലീവേഴ്സ്, വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ. അതാണ് നമ്മൾ ഇത് നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് തുടങ്ങാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എബ്രായർക്കെഴുതിയ ലേഖനം 13 അധ്യായങ്ങളാണ് ആകെ മൊത്തം ഉള്ളത്. അങ്ങനെ അതിന്റെ ഏറ്റവും അവസാന അധ്യായമായ 13ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ 12 അധ്യായങ്ങളിലൂടെ ക്രിസ്തുവിന്റെ മഹത്വവും അവൻ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ മഹത്വവും എപ്രകാരം ഈ ആത്മീയ ഓട്ടം നാം ഓടണം എന്നുള്ളതും അതിന് വിശ്വാസ വീരന്മാരുടെ മാതൃകയും ക്രിസ്തുവിനെ പല തലത്തിൽ ഒരു അപ്പോസ്തലനായിട്ടും മഹാപുരോഹിതനായിട്ടും ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ യാഗത്തിന്റെ സവിശേഷതകളും ഇതെല്ലാം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് 12 അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തന്നു അല്ലെ. ഇന്ന് ഈ ഒരു ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള നല്ല കുറെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും ഇതുവരെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളുടെ ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ് നമുക്ക് ഈ 13ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ദി ഫൈനൽ ചാപ്റ്റർ ഓഫ് ഹീബ്രൂസ് ഓഫേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ ഗുഡ് ക്രിസ്ത്യൻ ലിവിംഗ് with a series of statements on applying Christian principles to daily life and then a summary of this letter's major points. ഒരു ഉത്തമ ക്രൈസ്തവരായി മാറുവാൻ തക്കവണ്ണം ബ്രദർലി ലവ്, സഹോദര സ്നേഹം, അതിഥി സൽക്കരണം, പീഡിതരോട് ഉണ്ടാകുന്ന സഹതാപം, സാങ്ക്ടിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മാരേജ്, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള നിർമ്മലത, റിമെമ്പറൻസ് ഓഫ് ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഓർക്കുക, കണ്ടെന്റ്മെന്റ്, സംതൃപ്തി, സബ്മിഷൻ ടു ചേർച്ച് ലീഡേഴ്സ്, നമ്മുടെ സഭാ നേതാക്കന്മാരുടെ മുൻപിലുള്ള വിധേയത്വം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെ പറ്റിയുള്ള ഉപദേശങ്ങളാണ് നമുക്ക് ഈ അവസാനത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു പുസ്തകം അവസാനിക്കുമ്പോൾ ബാക്കി വച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ, പ്രബോധനങ്ങളെല്ലാം ചേരുന്ന ഒരു അധ്യായമാണ് 13ാം അധ്യായം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ദിസ് ചാപ്റ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 പാർട്സ്. ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഗുഡ് ഡീഡ്സ്, ക്രിസ്തീയ ജീവിതവും സൽക്കർമ്മങ്ങളും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന ചില സത്കർമ്മങ്ങളെ പറ്റിയാണ് നമുക്ക് 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ മെയിൻറ്റെയിനിങ് ക്ലിയർ കോൺഷ്യൻസ് ആൻഡ് ലീവ് ഓണറബിളി, അതായത് സത്യബോധനം കാത്ത് പരിപാലിക്കുക എന്നുള്ളതിനെ പറ്റി ബന്ധപ്പെടുത്തി നമുക്ക് നൽകുന്ന കുറെ ചിന്തകളാണ് 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ. തുടർന്ന് 18 മുതൽ 25 വരെയുള്ള ഭാഗം ഒരു കൺക്ലൂഷൻ ആണ്. പ്രയർ റിക്വസ്റ്റ് ആൻഡ് ബെനഡിക്ഷൻ, പ്രാർത്ഥനാപേക്ഷയും അനുഗ്രഹാശിസും അങ്ങനെയൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നമുക്ക് കൺക്ലൂഷൻ പാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഗുഡ് ഡീഡ്സ്. 6 ചിന്തകളാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ലവ് ഫോർ ബ്രദേഴ്സ്, സഹോദരന്മാരോടുള്ള സ്നേഹം, ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കരണം, സിമ്പതി, സഹതാപം, സാങ്ക്ടിറ്റി ഇൻ മാരേജ്, വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന നിർമ്മലത, അബാൻഡൻഡ് ഗ്രീഡ്, എന്താണ് നമ്മുടെ ധനാസക്തി ഇല്ലായ്മ, കണ്ടെന്റ്മെന്റ്, സംതൃപ്തി. ഇങ്ങനെ 6 ചിന്തകൾ ക്രിസ്തീയ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഉപദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളൊരു വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓരോ വാക്യങ്ങളും പറഞ്ഞ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം 13ാം അധ്യായത്തിന്റെ 1ാം വാക്യം, ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ, സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്നുള്ളതാണ് 1ാമത്തെ ചിന്ത, നമുക്ക് നൽകുന്ന 1ാമത്തെ ഉപദേശം. എന്താണ്? ലവ് അവർ ബ്രദേഴ്സ്, വി മസ്റ്റ് ലവ് അവർ ബ്രദേഴ്സ്. നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകണം.
3 പ്രധാനപ്പെട്ട ചിന്തകളാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവമക്കളായതിനാൽ നാം അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും വേണം. The children of God who are redeemed must love and care for each other. They shouldn't trouble one another. അന്യോന്യം ഉപദ്രവിക്കുന്നവരാകരുത്. ഇതാണ് യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണം. That is the true sign of discipleship of Christ. എന്താണ്? നമ്മൾ രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കളായതിനാൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. അന്യോന്യം ഉപദ്രവിക്കുന്നവരാകരുത്. ഇതാണ് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട്, അന്യോന്യം ക്ഷമിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇറ്റ് ഇസ് അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ദാറ്റ് മേക്സ് us forgive each other and encourage one another. മൂന്നാമതായിട്ട്, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നാം പ്രതിഫലിപ്പിക്കുന്നത് സഹോദര സ്നേഹത്തിലൂടെയാണ്. ലവ് ഫോർ ക്രൈസ്റ്റ് ഇസ് റിഫ്ലെക്റ്റഡ് ഇൻ അവർ ലവ് ഫോർ ബ്രദർ എന്നുള്ളതാണ്. 3 ചിന്തകളാണ് സഹോദര സ്നേഹത്തെ പറ്റി നമുക്ക് നൽകുന്നത്. ഒന്ന്, യഥാർത്ഥ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ലക്ഷണം എന്താണ്? The children of God who are redeemed must love and take care of each other. They shouldn't trouble one another. രണ്ടാമതായിട്ട്, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരന്മാരോട് ക്ഷമിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്നത്. 3, നമ്മുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് സഹോദര സ്നേഹത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിക്കപ്പെടുന്നത് എന്നുള്ള 3 ചിന്തകളാണ് 1-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി 2-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഡു നോട്ട് നെഗ്ലക്ട് ടു ഷോ ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ്, ഫോർ ബൈ ഡൂയിങ് ദാറ്റ് സം ഹാവ് എന്റർടൈൻഡ് ഏഞ്ചൽസ് വിത്തൗട്ട് നോയിങ് ഇറ്റ്. എന്താണ്? അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. ഇവിടെ ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കരണം, സഹോദര സ്നേഹവുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? നമ്മൾ അതിഥി സൽക്കാരത്തിന് ഉത്സാഹമുള്ളവരായിരിക്കണം. വി മസ്റ്റ് ബി കീൻ ടു എക്സ്റ്റെൻഡ് ഹോസ്പിറ്റാലിറ്റി. ഇവിടെ ഫിലക്സീനിയ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിലക്സീനിയ എന്നുള്ള വാക്കിന് അതിഥി സൽക്കാരം, അപരിചിതരെ സ്വീകരിക്കുക, ഹോസ്പിറ്റാലിറ്റി, വെൽക്കമിങ് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ഒരു അർത്ഥം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഈ അപരിചിതരെ സ്വീകരിക്കുക, അതായത് നമുക്ക് ഈ വാക്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഡു നോട്ട് നെഗ്ലക്ട് ടു ഷോ ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ഒരു വാക്യം നമുക്ക് എടുത്ത് കാണാം, അല്ലെ? അതിന് 2 ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത്. 1 അബ്രഹാമും 2 ലോത്തും. അതായത് 3 പുരുഷന്മാർ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ വീടിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാലാഖമാരാണ് എന്ന് അറിയാതെ അബ്രഹാം അവരെ സ്വീകരിക്കുകയും അതുമൂലം വലിയ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു, അല്ലെ? എന്താണ്? When 3 men came to Abraham's place, he hosted them in the best way without even knowing they were angels. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ സാറ ഒരു മകനെ പ്രസവിക്കും എന്നുള്ള സുവാർത്ത അവരിൽ നിന്ന് അബ്രഹാമിന് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ലോത്തിന്റെ ഭവനത്തിലേക്കും സോദോമിൽ ലോത്തിന്റെ ഭവനത്തിലേക്കും 2 പുരുഷന്മാർ കടന്നു ചെന്നു, അല്ലെ? അപ്പൊ ഏറ്റവും ഭംഗിയായിട്ട് ലോത്ത് അവരെ സ്വീകരിക്കുകയാണ്. ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അന്ന് രാത്രിയിൽ എന്ത് സംഭവിച്ചു? ഈ ഒരു സൊദോമിലുള്ള നിവാസികളെല്ലാം ലോത്തിന്റെ വീട് ചുറ്റി വളയുകയാണ്. ഈ പുരുഷന്മാരെ ഇറക്കി ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ലോത്താകട്ടെ, എൻ്റെ 2 പെൺമക്കളെ നിങ്ങൾ എടുത്തോ, എന്നാലും എൻ്റെ വീട്ടിൽ വന്ന അതിഥികൾക്ക് ഒരു ദോഷവും ഭവിക്കുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ലോത്തിന്റെ അതിഥി സൽക്കാര മനോഭാവം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിറ്റേന്ന് രാവിലെ എന്ത് സംഭവിക്കുകയാണ്? സോദോം നഗരം മുഴുവൻ നശിക്കുമ്പോൾ ലോത്തിനും കുടുംബത്തിനും അവിടെ രക്ഷയുണ്ടായി. When Lot served the angels, he and his family were served during the destruction of Sodom. ഇങ്ങനെ അതിഥി സൽക്കാരം എപ്രകാരം അനുഗ്രഹത്തിന് വകയായി തീർന്നു എന്നുള്ളതാണ് അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഉദാഹരണത്തിലൂടെ ഇവിടെ നമ്മളെ എടുത്തു കാണിച്ചുകൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. അവിടെ ഒരു ക്രിസ്തുവാക്യവും കൂടെ പ്രസക്തമാണ്. എന്താണ്? വാട്ട് എവർ യു ഡിഡ് ഫോർ വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് മൈൻ യു ഡിഡ് ഫോർ മീ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാകുന്നു എന്നുള്ള ക്രിസ്തുവിന്റെ വചനവും ഇവിടെ നമുക്ക് ഓർക്കാം. അപ്പം 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് നൽകുന്ന 2 ഉപദേശങ്ങൾ: 1 സഹോദരങ്ങളെ സ്നേഹിക്കുക, 2 അതിഥി സൽക്കരണം മറക്കരുത് എന്നുള്ളതാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. Remember those who are in prison as though
you were in prison with them. Those who are being tortured as though you yourselves were being tortured. എന്താണ് മൂന്നാം വാക്യം? നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതാണ്. സിമ്പതി, സഹതാപം എന്നുള്ള ഒരു ക്വാളിറ്റിയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. നാം തടവുകാരായ സഹോദരന്മാരോട് സഹതാപം കാണിക്കണം. വി മസ്റ്റ് ഷോ സിമ്പതി ടു അവർ ബ്രദേഴ്സ് ഹു ആർ ഇംപ്രിസൻഡ്. നാം അവരുമെല്ലാം ക്രിസ്തു എന്ന ഒരു ശരീരത്തിന്റെ അംശികളായതുകൊണ്ട് നാമും അവരുടെ സാഹചര്യത്തിലാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ ഇരിക്കുന്നവരെ പോലെ ചിന്തിച്ചുകൊണ്ട് അവരെ കരുതണം എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? We must consider ourselves our imprisoned brothers as we are in the same circumstances as we all share in the same body of Christ. നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ്. It is equal to serving our Lord. അവിടെ നമുക്ക് മുൻപിലുള്ള മാതൃക എന്ന് പറയുന്നത് ഒനേസിഫോറോസിന്റെ മാതൃക എന്ന് പറയും. ആരാണ് ഈ ഒനേസിഫോറോസ്? 2 Timothy chapter 1 verse 16 to 18. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഒനേസിഫോറോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹി വാസ് എ പേഴ്സണൽ ഫ്രണ്ട് ഓഫ് പോൾ. പൗലോസിന്റെ സ്നേഹിതനായിരുന്നു. ഹി വാസ് എൻ എഫേഷ്യൻ ക്രിസ്ത്യൻ. എഫേസോസുകാരനായിരുന്നു. അവിടെ നിന്ന് റോമിലെത്തി പൗലോസ് അവിടെ തടവിലായിരിക്കുമ്പോൾ പലരും ഉപേക്ഷിച്ചു പോകുമ്പോഴും പൗലോസ് ലീഹായുടെ തടവിനെ പറ്റി ലജ്ജിക്കാതെ അവിടെ വെച്ചും എഫേസൂസിൽ വെച്ചും പൗലോസ് ലീഹായ്ക്ക് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത ഒരാളാണ് ഒനേസിഫോറോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇവിടെ തടവുകാരോടൊപ്പം തടവുകാരെ, നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള തടവുകാരെ അവരുടെ സാഹചര്യത്തിലാണ് നാം എന്ന ബോധ്യത്തോടുകൂടെ അവരെ കരുതാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണ് അത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിനു മുൻപിൽ നമുക്കൊരു മാതൃകയുണ്ട്. ആരാണ്? ഒനേസിഫോറസ്. ഓക്കെ, ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ലെറ്റ് മാരേജ് ബി ഹെൽഡ് ഇൻ ഓണർ ബൈ ഓൾ ആൻഡ് ലെറ്റ് ദ മാരേജ് ബെഡ് ബി കെപ്റ്റ് അൺഡിഫൈൽഡ് ഫോർ ഗോഡ് വിൽ ജഡ്ജ് ഫോർണിസേറ്റേഴ്സ് ആൻഡ് അഡൾട്ടറേഴ്സ്. എന്താണ് 4-ാം വാക്യം? വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? ദൈവമക്കൾ ക്രിസ്തീയ സ്നേഹം കുടുംബ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നവരായി മാറണം. The children of God must demonstrate the love of God in their family lives. അതായത് sanctity and faithfulness in our marital relationships. എന്താണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്? അത് നിർമ്മലതയും വിശ്വസ്തതയും നിറഞ്ഞതാകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അവിടെ നമ്മുടെ വിവാഹ കൂദാശയും കുടുംബജീവിതവും പവിത്രമായിട്ട് കരുതണം. The sacrament of marriage and married life should be considered holy. വിവാഹബന്ധം പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളും മാത്രമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാറുണ്ട്, അല്ലെ? എന്നാൽ അങ്ങനെയല്ല. വിവാഹബന്ധം ഭാര്യയും ഭർത്താവും മാത്രം തമ്മിലുള്ള ബന്ധമല്ല, ദൈവവുമായിട്ടുള്ള ഒരു വിശുദ്ധ ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹബന്ധത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്ന് പ്രത്യേകം ഇവിടെ എടുത്ത് ഓർമ്മിപ്പിക്കുന്നു. ആസ് മാരേജ് ഇസ് എ കമ്മിറ്റ്മെന്റ് മെയ്ഡ് ടു ഗോഡ്, വി ഷുഡ് നോട്ട് കൺസിഡർ ഇറ്റ് ട്രിവിയൽ. 4 ഉപദേശങ്ങളാണ് ഇതുവരെ നമുക്ക് തന്നത്. 1, സഹോദരന്മാരെ സ്നേഹിക്കുക. 2, അതിഥി സൽക്കരണം മറക്കരുത്. 3, നമ്മുടെ ചുറ്റുപാടും പ്രയാസപ്പെടുന്നവരോട് സഹതാപം, അവരുടെ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലും അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെ അറിഞ്ഞുകൊണ്ട് അവരോട് സഹതാപം കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. 4, നമ്മുടെ വിവാഹ ജീവിതം അത് നിർമ്മലമായിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇനി 5-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5ഉം 6ഉം വാക്യങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് 5ഉം 6ഉം വാക്യങ്ങൾ? Keep your lives free from love of money and be content with what you have, for he has said, I will never leave you or forsake you. So we can say with confidence, the Lord is my helper, I will not be afraid. What can anyone do to me? എന്താണ് 5ഉം 6ഉം വാക്യങ്ങൾ? നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ,
ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. രണ്ട് ചിന്തകളാണ് ഈ രണ്ട് വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. ഒന്ന്, അബാൻഡൻ ഗ്രീഡ്, ദ്രവ്യാഗ്രഹം വെടിയണം. രണ്ട്, കണ്ടന്റ്മെന്റ്, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. എന്താണ്? ദ ബിലീവേഴ്സ് മസ്റ്റ് അബാൻഡൻ ഗ്രീഡ്. വിശ്വാസികൾ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ധനാസക്തി വെടിയണം എന്നുള്ളതാണ്. മനുഷ്യനെ ലോകത്തിൽ തളച്ചിടുന്ന ധനാസക്തി, avarice which ties down man to the world is a hindrance to Christian life. ഈ ധനാസക്തി ക്രൈസ്തവ ജീവിതത്തിന് തടസ്സമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അത് സകലവിധ ദോഷത്തിനും കാരണമായിട്ട് മാറുന്നു. The love for money is the root of all evil. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങളുടെ നിക്ഷേപം എവിടെ ഇരിക്കുമോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. Where your treasure is, there will be your heart be also എന്നുള്ള മത്തായിയുടെ സുവിശേഷത്തിലെ വചനവും ഇവിടെ നമുക്ക് പ്രസക്തമായിട്ട് ആലോചിക്കാം. അപ്പം അവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്തെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് ധനത്തിന്റെയും അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെയും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ എവിടെയാണ് നമ്മുടെ യഥാർത്ഥ നിക്ഷേപം? ആ നിക്ഷേപത്തിൽ, സ്വർഗത്തിലെ ആ നിക്ഷേപത്തിലേക്ക് നമുക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ അവിടെ നമുക്ക് ചിന്തിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്. എന്താണ്? നമ്മൾ ലോകത്ത് ജീവിക്കുമ്പം നമ്മൾ പൈസ ഒക്കെ ഉണ്ടാക്കും അല്ലേ, ധനത്തിന്റെ ആവശ്യം നമുക്കുണ്ട്. എന്നാൽ സ്വർഗീയമായ നിക്ഷേപം നമുക്കുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും അവിടെ ചിന്തിക്കേണ്ടത്. അവിടെ അത്യാഗ്രഹം വെടിയുവാൻ വേണ്ടിയിട്ട്, ലൗകിക കാര്യങ്ങളിൽ ഉള്ള അത്യാഗ്രഹം വെടിയുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് നൽകുന്ന ചിന്ത. രണ്ടാമതായിട്ട്, ദ ബിലീവേഴ്സ് മസ്റ്റ് ബി കണ്ടന്റ് വിത്ത് വാട്ട് ദേ ഹാവ്. വിശ്വാസികൾ ഉള്ളതുകൊണ്ട് തൃപ്തരാകുവാൻ സാധിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നൽകുവാൻ കർത്താവിന് സാധിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യമാണ് ഒന്നാമത് നമുക്കുണ്ടാവേണ്ടുന്നത്. ഗോഡ് ഇസ് സഫിഷ്യന്റ് ടു ഫുൾഫിൽ ഓൾ അവർ നീഡ്സ്. അങ്ങനെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യ ബോധം, അതായത് ദൈവം എന്നെ പോറ്റിക്കൊള്ളും, എന്ത് സാഹചര്യത്തിലും ദൈവം എന്നെ നടത്തിക്കൊള്ളും എന്നുള്ള ചിന്ത, അത് അവർക്ക് ആശ്വാസം നൽകും. അവർക്ക് നിശ്ചയമായിട്ടും അത് സംരക്ഷണവും നൽകും. ദി അവയർനെസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗോഡ് വിൽ പ്രൊട്ടക്ട് ദോസ് ഹു ആർ കണ്ടന്റഡ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനോട് ചേർത്ത് അതിനെ ഉറപ്പിക്കുന്ന രണ്ട് വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അത് യോഹന്നാൻ 1:5 എഴുതിയേക്കുന്നത്. അത് ജോഷുവ ചാപ്റ്റർ 1:5 ആണ്. ഐ വിൽ നെവർ ലീവ് യു ഓർ ഫോർസേക്ക് യു. എന്താണ്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇനി സാം ചാപ്റ്റർ 18:6, സങ്കീർത്തനം 18:6, കർത്താവ് എനിക്ക് തുണാം, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാം. ഈ ഒരു സങ്കീർത്തനം 18:6 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യ പ്രകാരം അവര് കൂടാര പെരുന്നാളിൽ ആലപിച്ചിരുന്ന ഒരു ഗീതമാണത്. ഓൺ ദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ദി സാംസ് യൂസ്ഡ് ടു ബി സങ്. ഇതൊരു സ്തോത്ര ഗീതമാണ്. അതായത് ദൈവത്തിൽ ആശ്രയവും സങ്കേതവുമുള്ള ഭക്തൻ യാതൊരു പ്രാതികൂല്യത്തെയും ഭയപ്പെടുകയില്ല എന്ന് പ്രസ്താവിക്കുന്ന ഒരു കീർത്തനമായിട്ടാണ് ഇത് യഹൂദ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾസ് അല്ലെങ്കിൽ കൂടാര പെരുന്നാളിൽ ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇത് തന്നെയാണ് ഈ വേദഭാഗം ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ധനമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ ഓടുമ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യണം? ദ്രവ്യാഗ്രഹം വെടിയണം. അതോടൊപ്പം ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കാരണം എന്ത് സാഹചര്യത്തിലും നമ്മളെ പോറ്റുവാൻ തക്കവണ്ണം, നമ്മളെ കാത്ത് സംരക്ഷിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്റെ ദൈവം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം വിശ്വാസികൾക്കുണ്ടാവണം എന്നുള്ളതാണ് ആ ചിന്ത നമുക്ക് നൽകുന്നത്. അപ്പം ഒന്നാമത്തെ ഭാഗം നമ്മളിവിടെ അവസാനിക്കുമ്പോൾ 6 ഉപദേശങ്ങളാണ് നമുക്ക് നൽകുന്നത്. 1, ബ്രദർലി ലവ്, നമ്മുടെ സഹോദരന്മാരെ സ്നേഹിക്കുക. 2, അതിഥി സൽക്കരണം, എന്താണ്? ഹോസ്പിറ്റാലിറ്റി. 3-ാമത്തെ വാക്യം എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ സിംപതി, സഹനം, തടവുകാരോട് ഒപ്പം അവരെ കരുതുവാൻ, നമ്മുടെ സഹോദരന്മാരായ തടവുകാരെ കരുതുവാൻ നമുക്ക് സാധിക്കണം. 4-ാമതായിട്ട് എന്താണ് പറഞ്ഞത്? ലവ്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ക്രിസ്തീയ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. 5-ാമതായിട്ട് ദ്രവ്യാഗ്രഹം വെടിയണം. 6, സംതൃപ്തി. ഇത്രയും കാര്യങ്ങളാണ് 6 വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. ഇനി നമുക്ക് 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അല്പം കൂടി ഗൗരവമേറിയ കുറെ ചിന്തകളാണ് നമുക്ക് 2-ാം ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. മെയിൻറ്റെയിനിങ് ക്ലിയർ കോൺഷ്യൻസ് ആൻഡ് ലിവ് ഓണറബിളി, സത്യബോധനം കാത്ത് പരിപാലിക്കുക എന്നുള്ളതിനെ പറ്റി ചേർന്ന് കുറെ ചിന്തകളാണ് ഈ 2-ാമത്തെ ഭാഗത്ത്.
അവിടെ നമുക്ക് കുറച്ച് ചിന്തകൾ കാണാം. ഒന്നാമതായിട്ട് എന്താണ്? 7-ാം വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം. റിമെമ്പർ യുവർ ലീഡേഴ്സ്, ദോസ് ഹു സ്പോക്ക് ടു യു ദ വേർഡ് ഓഫ് ഗോഡ്. കൺസിഡർ ദ ഔട്ട്കം ഓഫ് their വേ ഓഫ് ലൈഫ് ആൻഡ് ഇമിറ്റേറ്റ് their ഫെയ്ത്ത് എന്നുള്ളതാണ്. എന്താണ് 7-ാം വാക്യം? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്നുള്ളതാണ്. അപ്പം എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, റിമെമ്പർ യുവർ ഫോർ ഫാദേഴ്സ്, ദൈവവചനം പ്രസംഗിച്ച നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ഓർക്കുക എന്നുള്ളതാണ്. വിശ്വാസികൾ ദൈവവചനം പ്രസംഗിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത നേതാക്കളെ, നമ്മുടെ പിതാക്കന്മാരെ ഓർക്കണം. The faithful believers must remember the leaders who preached the word of God and gave guidance. അവരുടെ ജീവിതം, അവർ പോയവരെങ്കിലും അവരുടെ ഓർമ്മ എന്നുള്ളത് സജീവമാണ്. അതായത് അവരുടെ വിശ്വാസവും ദൈവാധിഷ്ഠിത ജീവിതവും തലമുറകൾക്ക് മാതൃകയാണ്, അല്ലെ? Their faith and lives of reliance on God are examples for future generations. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഓർത്താൽ മാത്രം പോരാ, അവരുടെ വിശ്വാസം നമുക്ക് അനുകരിക്കുവാനും സാധിക്കണം. We must follow their faith. നമ്മൾ പലപ്പോഴും നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരൊക്കെ നമുക്ക് പല മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ? എപ്രകാരം പള്ളിയിൽ നിൽക്കണം, എപ്പോൾ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എപ്രകാരം നമ്മൾ നോമ്പനുഷ്ഠിക്കണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഉദാഹരണം നമ്മുടെ അപ്പച്ചനമ്മച്ചിമാർ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരും നമ്മുടെ അപ്പനമ്മമാരും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം എവിടെയാണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ അപ്പച്ചനമ്മച്ചിമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ വലിയപ്പച്ചനമ്മച്ചിമാരെ അവരെ ഒന്നും ഓർത്താൽ മാത്രം പോരാ, അവരുടെ വിശ്വാസ ജീവിതം നമുക്ക് അനുകരിക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഗീതമാണ് ദൈവസുതന്മാരായിടുവാൻ, അല്ലെ? നാം ദൈവപുത്രന്മാരായിടുവാൻ ആയുഷ്കാലത്തിൽ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം നമ്മുടെ പ്രാർത്ഥനകളിലും കുർബാനകളിലും എന്ന വിശുദ്ധ കുർബാന ഗീതം ഇവിടെ പ്രസക്തമാണ്. ഇൻ ഒബ്ലേഷൻസ് ആൻഡ് ഇൻ പ്രയേഴ്സ് എന്നുള്ള ഇംഗ്ലീഷിൽ വരുന്ന പാട്ട്. അതിനോട് ചേർത്ത് ഒരു ചിന്ത പറയാം. ഈ ഗീതം നമ്മൾ എപ്പോഴാണ് പാടുന്നത്? അതായത് ധൂപപ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ രഹസ്യങ്ങളുടെ ആഘോഷം കഴിയുന്ന ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഗീതം ഉപയോഗിക്കുന്നത്, അല്ലെ? ആ സമയത്താണ് പട്ടക്കാരൻ കപിലാന എടുത്ത് കാസായും പീലാസായും ഒക്കെ മൂടി പദവിയിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. ആ സമയത്ത് വിശുദ്ധ തൃത്വത്തോടൊരുമിച്ച് നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെല്ലാം ഇറങ്ങി വന്ന് നമ്മോടുകൂടെ ഇടകലരുന്നു എന്നുള്ള ചിന്തയാണ് ഈ ഗീതത്തിലൂടെ അവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മുടെ വാങ്ങിപ്പോയ പിതാക്കന്മാരെല്ലാം ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ഇടകലർന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു എന്നുള്ള അത്ര മഹത്തായ ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന എന്നൊന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 8-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ എന്താണ്? ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ എന്നുള്ളതാണ് 8-ാം വാക്യം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം എന്നുള്ള ഒരു ചിന്തയാണ് 8-ാം വാക്യം നമുക്ക് നൽകുന്നത്. നമ്മൾ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കാലത്തിനനുസരിച്ചുള്ളതാണ്, അല്ലെ? ഇതിനൊരു കാലം അല്ലെങ്കിൽ ഒരാൾക്കൊരു കാലം, ആ ഒരു ലിമിറ്റിനുള്ളിൽ, ഒരു സ്പാനിനുള്ളിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ക്രൈസ്റ്റ് ഇസ് യുണീക്ക് ആൻഡ് അൺചേഞ്ചിങ് ഫോർ എവർ എന്നുള്ളതാണ് ഒന്നാമത് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവൻ തലമുറകളുടെ ദൈവമാകുന്നു. ഹി ഈസ് എ ഗോഡ് ഓഫ് ജനറേഷൻസ്. ഹി ഹാസ് ബീൻ അവർ റെഫ്യൂജ് ഫോർ ജനറേഷൻസ്. തലമുറകളായി അവൻ നമുക്ക് സങ്കേതമാകുന്നു. ക്രിസ്തു നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രതീക്ഷയും എല്ലാം തലമുറകളായിട്ട് ആരിലാണ്? ക്രിസ്തുവിലാണ്. ഹിസ് ലവ്, വിസ്ഡം ആൻഡ് പവർ ആർ ഇറ്റേണൽ. അവന്റെ സ്നേഹവും ജ്ഞാനവും ശക്തിയും നിത്യമാണ്. അവൻ പുരോഹിതനും പ്രവാചകനും രാജാവുമായി എന്നേക്കും വാഴുന്നു. ഹി റൂൾസ് ഇറ്റേണലി ആസ് എ പ്രീസ്റ്റ്, പ്രോഫറ്റ് ആൻഡ് കിങ്. ഇങ്ങനെ കുറച്ച് ചിന്തകളാണ് ആ 8-ാമത്തെ വാക്യം നമുക്ക് നൽകുന്നത്. എന്താണ്? ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം. ഈ ലോകത്തിലുള്ളതെല്ലാം കുറച്ച് കാലഘട്ടങ്ങളിൽ മാത്രമാണെങ്കിൽ ക്രിസ്തു എന്നേക്കും ഉള്ളവനാകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പ്രത്യേകത, ഈ ഒരു വിഷയങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിഷയവും തമ്മിൽ പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു ബന്ധം, കണക്ഷൻ ഇല്ല. എന്നാൽ ഒരുപക്ഷെ ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ആ ലേഖകന്റെ ഉള്ളിൽ ഒരു ക്രൈസ്തവന് നൽകേണ്ടതായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും ചേർത്തെഴുതിയിരിക്കുന്നതായിട്ട് നമുക്കതിനെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ
ഒന്നാമത് നമുക്ക് നൽകുന്ന ചിന്ത, റിമെമ്പർ യുവർ ഫുഡ് ഫാദേഴ്സ്. വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മളെ കാണിച്ചു തന്ന നമ്മുടെ പൂർവികന്മാരെ ഓർക്കുക. 2, ക്രിസ്തു എന്നേക്കും അനന്യനാകുന്നു. ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം എന്നുള്ളതാണ്. ഇനിയും 9-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് 9-ാം വാക്യം? വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് എന്നാണ് പറയുന്നത്. എന്താണ് ആചരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് അവിടെ പലതരമായിട്ടുള്ള വേദവിപരീതങ്ങളും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകളും അല്ലെങ്കിൽ ചില ഭക്ഷണ വർജനങ്ങളും ഒക്കെ നമുക്ക് കാണുമ്പോൾ അവിടെ തെറ്റിപ്പോകരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ടീച്ചിങ്സ് എന്ന ഒറ്റ വാക്യത്തിൽ പറയാം. വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിട്ട് വിശ്വാസികൾ മാറണം. The believers must be steadfast in their faith and teachings. യഹൂദ മതത്തിലെ ചില ആചാരങ്ങൾ കൂടുതൽ ഭക്തി ഉളവാക്കും എന്ന് ചില യഹൂദന്മാര് ആ കാലഘട്ടത്തിൽ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യവനന്മാർ, അതായത് ഗ്രീക്സ്, അവരും ചില ഭക്ഷണങ്ങളൊക്കെ വർജിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള വേദവിപരീതങ്ങളൊക്കെ അന്ന് സഭയിലേക്ക് വിടുന്നതായിട്ട് കാണാൻ സാധിച്ചുകൊണ്ട് അതിനെ പറ്റിയാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പരാമർശിക്കുന്നത്. ക്രിസ്തുവും അവന്റെ പ്രബോധനങ്ങളും മാറ്റമില്ലാത്തതായതിനാൽ അതിന് വിരുദ്ധമായ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കരുത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. As Christ and his teachings are unchanging, we should not pay attention to teachings that contradict this. ദുരാചാരങ്ങളും വേദവിപരീതവും വിശ്വാസികൾക്കിടയിൽ പാടില്ല. Evil practices and heresy should not find a place among faithful. ഭക്ഷണത്തിലുള്ള വിവേചനം, ഡിഫറൻസിയേഷൻ ഓഫ് ഫുഡ് സ്റ്റഫ്സ്, അതിന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. മറിച്ച് നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും ദൈവ കൃപയാണ് എന്നും ചേർത്ത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ് ദാറ്റ് പ്യൂരിഫൈസ് അസ് ആൻഡ് സ്ട്രെങ്തൻ അസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതുമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ യാഗമായ വിശുദ്ധ കുർബാനയാണ്. കാരസ് അല്ലെങ്കിൽ യൂക്കാരിസ്റ്റിയ ഇങ്ങനെയുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. The real sacrifice and food which is the holy കുർബാന will make us holy and strong എന്നുള്ളതാണ്. അപ്പം തെറ്റായ ഉപദേശങ്ങളും വേദവിപരീതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ, പഠിപ്പിക്കലുകളിൽ അടിയുറച്ച് നിൽക്കുക, നിന്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് 9-ാം വാക്യം നമുക്ക് നൽകുന്നത്. ഈ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ we have an altar from which those who serve the tent have no right to eat എന്നുള്ളതാണ്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട് എന്നുള്ളതാണ് വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നമുക്കുള്ളതായിട്ടുള്ള യാഗപീഠം? Christ and his cross is our altar. എന്താണ്? നമ്മുടെ ക്രിസ്തു യാഗമായ കുരിശാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബലിപീഠം. നമുക്ക് ഒരു ബലിപീഠം ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് നമ്മുടെ ബലിപീഠം? ക്രിസ്തുവും ക്രിസ്തു യാഗമായ കുരിശുമാണ് നമ്മുടെ ബലിപീഠം. അതായത് എന്താണ് ഇതിന്റെ അർത്ഥം? ഇവിടെ ബലി, സാക്രിഫൈസ് എന്നുള്ളത് ക്രിസ്തുവിന്റെ ക്രൂശമരണമാണ്. ഒരിക്കൽ എന്നേക്കുമുള്ള ബലിയായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശമരണം. ഇവിടെ മഹാപുരോഹിതൻ ആരാണ്? നമുക്കറിയാം, നമ്മൾ പഠിച്ചു. നമ്മുടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പം നമ്മൾക്ക് ബലിപീഠം എന്ന് പറയുന്നത് കർത്താവും കർത്താവിന്റെ കുരിശുമാണ്. അതായത് കർത്താവിന്റെ ക്രൂശിച്ചതായിട്ടുള്ള കുരിശ്. ദ ഓൾട്ടർ ഈസ് ദ ലോർഡ് ആൻഡ് ദ ക്രോസ് ഓഫ് ദ ലോർഡ്. ഇന്നിന്റെ അവസ്ഥയിൽ, ഈ വർത്തമാന കാലത്തിൽ എപ്രകാരമാണ് നമുക്ക് ക്രിസ്തുവിന്റെ യാഗത്തിലും ക്രിസ്തുവിന്റെ കുരിശിലും ക്രിസ്തുവിലും പങ്കാളികളായി മാറാൻ സാധിക്കുന്നത്? വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ, ത്രൂ ദ ഓഫറിംഗ് ഓഫ് ഹോളി കുർബാന എന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് കൂടാരവാസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയോ അല്ലെങ്കിൽ അവിശ്വാസികളെയോ ഉദ്ദേശിച്ചാണ് എന്ന് പറയാം. ജൂസ് ഓർ അൺബിലീവേഴ്സ്, അവർക്ക് ഈ ഒരു യാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബലിപീഠത്തിൽ പങ്കില്ല. നമുക്ക് വിശ്വാസികൾക്ക് മാത്രം ക്രിസ്തു നേടിത്തന്ന ബലിപീഠമാണ് ഈ ക്രിസ്തു എന്ന ബലിപീഠം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് എന്ന് പറയുന്നത്. അതിൽ അവിശ്വാസികൾക്ക് പങ്കില്ല എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്.
അപ്പം ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ 4 ചിന്തകളാണ്. ഒന്ന്, റിമെമ്പർ യുവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ഓർക്കുക. അതിനുശേഷം ക്രിസ്തു കാലാതീതൻ എന്നുള്ളത്, ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം എന്നുള്ള ഒരു ചിന്ത നമുക്ക് കണ്ടു. അതിനുശേഷം സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ടീച്ചിങ്സ്, നമ്മുടെ വിശ്വാസങ്ങളിലും ഉപദേശത്തിലും ഉറച്ചു നിൽക്കുക എന്നുള്ളത് കണ്ടു. പിന്നെ നമുക്കൊരു ബലിപീഠമുണ്ട്, അത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന്റെ കുരിശാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് 10ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. തുടർന്ന് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കവിടെ ബലിയെ പറ്റി, പഴയ നിയമ ബലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്, മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു കമ്പാരിസൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ബലിയുമായിട്ട് പുതിയ നിയമത്തിലെ പാപപരിഹാര ദിവസത്തിലെ ബലിയുമായിട്ട് പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ ബലിയെ ഒരു കമ്പാരിസൺ ആണ്. എന്താണ് പഴയ നിയമത്തിൽ പാപപരിഹാര യാഗത്തെ പറ്റി നമുക്ക് അറിയാവുന്നത്? ദ സാക്രിഫൈസ് ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, അല്ലെ? ലേവ്യ പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യം, പാപപരിഹാര ദിവസം മൃഗത്തെ കൂടാരവാതിൽക്കൽ വെച്ച് കൊല്ലുകയും അതിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേൽ തളിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓൺ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് ദ സാക്രിഫിഷ്യൽ ആനിമൽ ഇസ് സ്ലോട്ടേർഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ tent and its blood is sprinkled on the mercy seat in the holy of holies. ക്രിസ്തുവിന്റെ ബലിയും ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരുന്നു, അല്ലേ? ഒന്ന്, ജനങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ബലിയായിരുന്നു ക്രിസ്തുവിൻ്റെത്. ക്രൈസ്റ്റ് ഓൾസോ ഓഫേർഡ് ദ സാക്രിഫൈസ് ഫോർ ദി അറ്റോൺമെന്റ് ഓഫ് പീപ്പിൾസ് സിൻസ്. ഇറ്റ് വാസ് ഓഫേർഡ് ഔട്ട്സൈഡ് ദ ഗേറ്റ്സ്. കൂടാരത്തിന്റെ കവാടത്തിന്റെ പുറത്ത് വെച്ചാണ് ക്രിസ്തുവിന്റെ ബലിയും കഴിച്ചത്. ക്രിസ്തു സഹിച്ച പീഡനത്തിന്റെയും അപമാനത്തിന്റെയും മൂർധന്യ ഭാവമായിരുന്നു അത്. ഇറ്റ് വാസ് ദ പീക്ക് ഓഫ് ഓൾ ഡിസോണർ, ഇൻസൾട്ട്സ് ആൻഡ് സഫറിങ്സ് ക്രൈസ്റ്റ് ബെസ്റ്റോഡ്. അപ്പോൾ വിശ്വാസികളായ നാമും കൂടാരത്തിന് പുറത്തു വെച്ച് അവനോടൊപ്പം സഹിക്കുവാൻ തയ്യാറാകണം എന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. ബിലീവേഴ്സ് ഷുഡ് ഓൾസോ ബി റെഡി ടു ബെയർ ദ ഒപ്രഷൻസ് ആൻഡ് ഇൻസൾട്ട്സ് അലോങ് വിത്ത് ക്രൈസ്റ്റ് ഔട്ട്സൈഡ് ദ ടെന്റ്. അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, വിശുദ്ധ കുർബാനയിൽ സമ്മേളിക്കുന്ന നാം അതിന് പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായിട്ടുള്ള പീഡനങ്ങളെയും അപമാനങ്ങളെയും ക്രിസ്തുവിന്റെ പേരിൽ സഹിക്കുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകണം എന്നുള്ളതാണ് ആ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. എൻഡ്യൂറൻസ് ഇൻ യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടൊപ്പം സഹിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളത്. ഇനിയും അതിന്റെ അവസാന ഭാഗം 14-15 വാക്യങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നൽകുന്നതായിട്ടുള്ള ചിന്ത? ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം 6ാമത്തെ ചിന്ത ഈ ഒരു 14-15 വാക്യങ്ങൾ നമുക്ക് നൽകുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസ വീരന്മാരായ പൂർവികന്മാർ ജീവിച്ചതുപോലെ നാം ഇവിടെ പരദേശികളാണ്. ഈ ലോകം നമുക്ക് ശാശ്വത നഗരമല്ല എന്നുള്ള ബോധ്യത്തോടു കൂടെ ജീവിക്കണം. ആസ് വി ആർ പിൽഗ്രിംസ് ഹിയർ, വി ഡു നോട്ട് ഹാവ് എൻ എൻഡ്യൂറിംഗ് സിറ്റി ഹിയർ. അതുപോലെ തന്നെ എന്താണ്? നന്മ ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദ സാക്രിഫൈസ് ഓഫ് ഡൂയിങ് ഗുഡ് ഡീഡ്സ്. നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബലിയർപ്പണം. അതും നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് 17-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, obey your leaders and submit to them, for they are keeping watch over your souls as though who will have to give an account. Let them do this with joy and not with groaning, for that would be of no advantage to you. അതായത് അവിടെ നമുക്ക് നൽകുന്ന ചിന്ത ഒബേ യുവർ ലീഡേഴ്സ് എന്നുള്ളതാണ്. വിശ്വാസികൾ സഭാ നേതാക്കന്മാരോട് വിധേയപ്പെട്ടിരിക്കണം. ബിലീവേഴ്സ് മസ്റ്റ് സബ്മിറ്റ് ടു ദ അതോറിറ്റി ഓഫ് ദ ലീഡേഴ്സ് എന്നുള്ളതാണ്.
മറഞ്ഞു പോയവരെ ഓർത്ത് അവരുടെ സത്യവിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലെങ്കിൽ അനുകരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചതുപോലെ ജീവനോടിരിക്കുന്ന സഭാ നേതാക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗം പ്രത്യേകിച്ച് 7 ചിന്തകളാണ് നമുക്ക് നൽകിയത്. എന്തൊക്കെയാണ്? 1, റിമെമ്പർ യുവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ ഓർക്കുക. 2, യേശു ക്രിസ്തു കാലാതീതൻ, ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം. 3, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ടീച്ചിങ്സ്, വിശ്വാസത്തിലും ഉപദേശത്തിലും ഉള്ള സ്ഥിരത. അതിനുശേഷം ക്രിസ്തു എന്ന ബലിപീഠത്തെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നീട് വന്നത് എന്താണ്? ക്രിസ്തുവിനോട് ചേർന്നുള്ള സഹനം, എൻഡ്യൂറൻസ് ഇൻ യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ്. പിന്നീട് നമ്മൾ 2 കാര്യങ്ങളാണ്. ലൈഫ് ഇൻ ടെമ്പററി വേൾഡ്, ഈ ലോകം നമുക്ക് ശാശ്വത നഗരമല്ല, നമ്മൾ നമ്മുടെ സഭാ നേതാക്കന്മാരോട് വിധേയപ്പെട്ടിരിക്കണം. ഇങ്ങനെ 13 ഉപദേശങ്ങളാണ് ഈ ഒരു 17 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലൂടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. 18, 19 വാക്യങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റിക്വസ്റ്റിംഗ് ദ പ്രെയർ ഓഫ് ബിലീവേഴ്സ്. അതിനുശേഷം 20, 21 വാക്യങ്ങളിൽ ബെസ്റ്റോയിങ് ദ ബ്ലെസ്സിങ്സ് ദാറ്റ് ആർ എക്കോർഡ് ഇൻ വർഷിപ്പ്, ഇന്നും നമ്മുടെ ആരാധനയിൽ മുഴങ്ങി കേൾക്കുന്നതായിട്ടുള്ള ആശീർവാദമാണ് അവിടെ നൽകുന്നത്. തുടർന്ന് 21 വാക്യത്തിൽ സ്പീക്സ് അബൌട്ട് റിലീസ് ഓഫ് തിമോത്തി ഫ്രം പ്രിസൺ, തിമോത്തിയോസ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായി എന്ന് വിശ്വാസികളെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും അതിനുശേഷം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ സമാപന ആശീർവാദത്തോട് ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇറ്റ് എൻഡ്സ് വിത്ത് ബ്ലെസ്സിങ്സ്. ഒപ്പം സഭാ നേതാക്കളെ വന്ദനം ചൊല്ലുവാനും ഇറ്റലിക്കാരെ, അതായത് ഇറ്റലിയിൽ നിന്ന് വന്നവരെ വന്ദനം ചൊല്ലുവാനും ഒക്കെ ഇവിടെ ആ ഒരു ഭാഗത്ത് ആവശ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. പൗലോസ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ, ഗ്രേസ് ബി വിത്ത് യു ഓൾ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനവും അങ്ങനെ അവസാനിക്കുകയാണ്. കൃപ നമ്മളോടൊപ്പം ഇരിക്കുമാറാകട്ടെ. അങ്ങനെ ഈ ഒരു വർഷത്തെ നമ്മുടെ എബ്രായർക്ക് എഴുതിയ ലേഖനമായിരുന്നു നമുക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് ലഭിച്ചത്. അങ്ങനെ 13ാമത്തെ അധ്യായവും നമ്മൾ ഇന്നത്തോടെ പഠിച്ച് തീരുകയാണ്. പ്രത്യേകിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. കുറെ ഉപദേശങ്ങളാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പറഞ്ഞു ക്രിസ്തീയ ജീവിതവും സൽക്കർമ്മങ്ങളും എന്നുള്ളതാണ്. സഹോദര സ്നേഹം, ലവ് ഫോർ ബ്രദേഴ്സ്, ഹോസ്പിറ്റാലിറ്റി, അതിഥി സൽക്കരണം, ലവ് ഓഫ് ഗോഡ് ഇൻ ഫാമിലി ലൈഫ്സ്, അതായത് വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നിർമ്മലത എന്നുള്ളത്, വിശ്വസ്തതയും, സിംപതി, നമ്മുടെ തടവുകാരായ സഹോദരന്മാരോട് നമുക്ക് കാണിക്കേണ്ടതായിട്ടുള്ള സഹതാപം, അബാൻഡൻ ഗ്രീഡ്, ദ്രവ്യാഗ്രഹം വെടിയണം, സംതൃപ്തി, കണ്ടെന്റ്മെന്റ്. ഇങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടുന്ന കുറെ മൂല്യങ്ങളാണ് ഈ അവസാന ഭാഗത്ത് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെയും അല്പം കൂടി ഇതുവരെ പറഞ്ഞ വിഷയങ്ങളുമായിട്ടൊക്കെ ചേർത്തുള്ള കുറച്ച് ചിന്തകളാണ് 7 മുതൽ 17 വരെയുള്ള ഭാഗത്ത്. സത്യബോധനം കാത്തു പരിപാലിക്കുക എന്നുള്ളതാണ്. അവിടെ റിമെമ്പർ യുവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമ്മൾ ഓർക്കണം, അവരുടെ വിശ്വാസം അനുകരിക്കുവാൻ നമുക്ക് സാധിക്കണം. 2, ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ടൈം, ക്രിസ്തു കാലാതീതൻ. സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ഇൻ ഫെയ്ത്ത് ആൻഡ് ടീച്ചിങ്സ്, നമ്മുടെ വിശ്വാസവും ഉപദേശവും എന്ന് ഓർത്ത് അതിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മറ്റാർക്കുമില്ലാത്ത ഒരു ബലിപീഠം നമുക്കുണ്ട്. അതാരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു യാഗമായ കുരിശാണ്. ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ഈ ലോക ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും എല്ലാം അനുഭവിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ആൻഡ് സബ്മിഷൻ ടു ദ അതോറിറ്റി ഓഫ് ലീഡേഴ്സ്, നമ്മുടെ വിശ്വാസ നേതാക്കന്മാരുടെ, സഭാ നേതാക്കന്മാരോട് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടെയാണ് അവസാനിപ്പിക്കുന്നത്. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ടും അതുപോലെ അനുഗ്രഹാശിസ്സുകളും നൽകിക്കൊണ്ട് ഗ്രേസ് ബി വിത്ത് യു ഓൾ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനം അവസാനിക്കുകയാണ്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 1 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ് ഈ വർഷം നമ്മൾ പഠിച്ചത്. എബ്രായർക്ക് എഴുതിയ ലേഖനം ഈ വർഷം നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് എന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, 1-ാം അധ്യായത്തിൽ നമ്മൾ ദ ഗ്ലോറി ഓഫ് ജീസസ് ഓവർ ആൻഡ് എബവ് ഓൾ ഏഞ്ചൽസ്, മാലാഖമാരെക്കാളും എല്ലാത്തിലും മുകളിലാണ് ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ളതാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. പിന്നീട് 2-ഉം 3-ഉം അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദ പേഴ്സൺഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആളത്വത്തെ പറ്റിയും ക്രൈസ്റ്റ് ആസ് എൻ അപ്പോസിൽ, ഇങ്ങനെയുള്ള കുറെ ചിന്തകളാണ് നമ്മൾ 2-ഉം 3-ഉം അധ്യായത്തിൽ കണ്ടത്. തുടർന്ന് 4, 5, 7 അധ്യായങ്ങളിൽ
ജീസസ് ക്രൈസ്റ്റ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതൻ, ഇതൊക്കെ നമ്മൾ കണ്ടു. 8, 9, 10 അധ്യായങ്ങളിൽ ദ റിമാർക്കബിൾ ക്വാളിറ്റീസ് ഓഫ് ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് ദ ഹൈ പ്രീസ്റ്റ്, ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ യാഗത്തിന്റെ സവിശേഷതകളെ പറ്റിയാണ് നമ്മൾ കണ്ടത്. 11-ാം അധ്യായം നമ്മുടെ വിശ്വാസ വീരന്മാരുടെ ഉദാഹരണത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസത്തിനൊരു നല്ല വ്യാഖ്യാനത്തോട് ആരംഭിച്ചുകൊണ്ട് ഒരു യാത്രയാണ് നമ്മളെ ആ ഒരു 11-ാം അധ്യായം കൊണ്ടുപോകുന്നത്. അതിനുശേഷം 12-ാം അധ്യായത്തിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് വിശ്വാസികളായ നാം ഇതെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം പഠിച്ചു. ഇനിയും നമ്മുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കണ്ടത്. അപ്പം ആകെ മൊത്തം നമ്മൾ ഈ ഒരു എബ്രായ ലേഖനം ഒന്ന് നോക്കുമ്പോൾ കൺസിഡർ ജീസസ്, ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ളതാണ് ഈ എബ്രായ ലേഖനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എന്നുള്ള ഒരു ചാപ്റ്ററെ നമ്മൾ പഠിച്ചുള്ളെങ്കിലും പഴയ നിയമ റെഫറൻസ് കാരണം കൊണ്ട് നമുക്ക് പഴയ നിയമത്തിന്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒന്നുകൂടൊന്ന് ഓർത്ത് പഠിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷം നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഈ വർഷത്തെ ബൈബിൾസ് ക്ലാസ്സും നമ്മുടെ അവസാനത്തെ ക്ലാസ്, ഇനി ഒരു ക്ലാസ്സും കൂടി ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. 13 അധ്യായങ്ങളും നമ്മൾ പഠിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ അവസ്ഥയാണ്. കാരണം ഓരോ വർഷവും ഓരോ പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്, അനുഗ്രഹമാണ്. അപ്പം ഈ വർഷത്തെ ക്ലാസ് ഇതോടെ കഴിയുകയാണ്. ഒരു പുസ്തകമാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചത്, അത് വലിയ കാര്യം. ഒരു സങ്കടമാണ്, നമ്മൾ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു പുസ്തകം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വർഷം ഇതുപോലെ കാണാം. ഈ ക്ലാസ്സുകളിലൂടെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം, ദൈവത്തിന്റെ വലിയ അനുഗ്രഹം. കൂടുതലായിട്ട് പഠിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.